പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത് ഗഡു 2000 രൂപ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കാൻ പോകുന്നു. എന്നാൽ നിരവധി ആളുകൾ ഈ ഒരു പദ്ധതിയിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. കഴിഞ്ഞ 21ാം ഗഡു ലഭിച്ച മുഴുവൻ ഗുണഭോക്താക്കൾക്കും ഈ ഒരു 22ാം ഗഡു ലഭിക്കുമെങ്കിലും ഇപ്പോൾ പുതിയ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ ഒരു തുക ലഭിക്കുക എന്നുള്ള ഒരു കാര്യം കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദ വിവരങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു. വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കുക. മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 20ാം ഗഡു ലഭിച്ച പല ഗുണഭോക്താക്കൾക്കും 21ാം ഗഡു ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ പല ആളുകൾക്കും ഇനി 22ാം ഗഡുവും ലഭിക്കുകയില്ല. ഇതിന്റെ കാരണങ്ങൾ കൃത്യമായി തന്നെ അറിഞ്ഞിരിക്കണം. അനർഹരായ നിരവധി ആളുകൾ ഈ ഒരു തുക വാങ്ങുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് നടപടികൾ കൂടുതൽ കർശനമാക്കിയതിനെ തുടർന്നാണ് പലരും ഈ ഒരു പട്ടികയിൽ നിന്ന് പുറത്തായിരിക്കുന്നത്. കേരളത്തിൽ ഏകദേശം 25 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ ഒരു പദ്ധതി പ്രകാരം 2000 രൂപ ലഭിക്കുന്നുണ്ട്. ഈ KYCയും ലാൻഡ് സീഡിങ്ങും പൂർത്തിയാക്കിയവർക്കാണ് ഈ ഒരു തുക ലഭിക്കുക. ഏറ്റവും പുതിയതായി അഗ്രി സ്റ്റാർട്ട് രജിസ്ട്രേഷൻ ID എടുത്തവർക്ക് മാത്രമേ ഇനി PM കിസാൻ ആനുകൂല്യം ലഭിക്കൂ എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. എന്നാൽ ഈ ഒരു രജിസ്ട്രേഷൻ എടുക്കാത്തവർക്കും തുക ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വ്യത്യസ്തമായ കൃഷിസ്ഥലം പേരിലുണ്ടെങ്കിലും ഒരേ വീട്ടിലെ 2 പേർ ഈ ഒരു ആനുകൂല്യം വാങ്ങുന്നതിനും തടസ്സമുണ്ട്. 2019 കരമടച്ച രസീതിൽ ഒന്നിലധികം പേരുള്ളത് പോലുള്ള മിസ്മാച്ച് മൂലവും പലരും ഈ ഒരു പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. പദ്ധതിയിൽ ചേർന്ന കാലത്ത് ആദായ നികുതി അടയ്ക്കാതിരുന്ന പലരും കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഏതാനും വർഷം മുതൽ ആദായ നികുതി അടച്ചു തുടങ്ങിയവരിലും കിസാൻ സമ്മാൻ നിധിയിൽ നിന്നും പുറത്താകും. കിസാൻ സമ്മാൻ നിധിയിൽ പേരുള്ളവർ മാത്രമല്ല, അയാളുടെ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ ആദായ നികുതി അടയ്ക്കുന്നുണ്ടെങ്കിലും പിന്നീട് ആ ഒരു കുടുംബത്തിന് കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ലഭിക്കുകയില്ല. ആനുകൂല്യം വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള പരിശോധന കഴിയും വരെ ടെമ്പററിയായി ഒരു ആനുകൂല്യം സസ്പെൻഡ് ചെയ്തിരിക്കുകയാണെന്നുള്ള അറിയിപ്പ് മുൻപ് ലഭിച്ചിരുന്നതാണ്. 2019 ഫെബ്രുവരി മാസത്തിന് ശേഷം ഭൂമി വാങ്ങിയ രേഖകൾ നൽകി കിസാൻ സമ്മാൻ നിധിയിൽ രജിസ്റ്റർ ചെയ്ത് ആനുകൂല്യം വാങ്ങുന്നവരുണ്ട്. ഇങ്ങനെയുള്ളവരുടെ രേഖകൾ ഉദ്യോഗസ്ഥർ ഫിസിക്കൽ വെരിഫിക്കേഷൻ എന്ന രീതിയിൽ നേരിട്ട് സ്ഥല പരിശോധനയും രേഖാ പരിശോധനയും നടത്തുകയും അനർഹരാണെങ്കിൽ പുറത്താക്കുകയും ചെയ്യും. പദ്ധതിയിലൂടെ ആനുകൂല്യം ലഭിക്കാൻ 2 ഹെക്ടർ വരെ എന്ന പരിധി കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയിട്ടുണ്ട്. എത്രയധികം ഭൂമിയുള്ളവർക്കും ഈ ഒരു കുറവ് ഭൂമിയുള്ളവർക്കും ആനുകൂല്യം ലഭിക്കുന്നതാണ്. എന്നാൽ ഭൂമി കൃഷിഭൂമി ആയിരിക്കണം എന്നുണ്ട്. കൃഷി ചെയ്യാൻ പറ്റാത്ത ഭൂമിയോ കൃഷിയല്ലാതെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭൂമിയോ ആണെങ്കിൽ കിസാൻ സമ്മാൻ നിധി ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരിക്കുകയില്ല. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക ലഭിക്കാൻ നിങ്ങൾ അർഹരാണോ എന്നറിയുന്നതിന് വേണ്ടി www.pmkisan.government.in എന്ന വെബ്സൈറ്റിൽ കയറി അതിൽ ബെനിഫിഷ്യറി സ്റ്റാറ്റസ് പരിശോധിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അർഹരാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് തുക ലഭിക്കുന്നവരുടെ ഒരു ലിസ്റ്റ് തന്നെ ആ ഒരു സൈറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ അതൊന്ന് പരിശോധിച്ചാൽ കൃത്യമായ വിവരങ്ങൾ ലഭ്യമാവുന്നതാണ്. പൊതുജനങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിന്റെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്ക് ഇതിന്റെ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.